നമസ്കാരം. ഒരു ഫാമിലി സ്കൂട്ടർ നോക്കുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഹീറോയുടെ ഡെസ്റ്റിനി. ഇപ്പോൾ വിപണിയിൽ ഈ ശ്രേണിയിലുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും വേറിട്ടൊരു രൂപം ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല വാഹനം കൂടിയാണ് ഡെസ്റ്റിനി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹീറോ ഡെസ്റ്റിനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു കാലമായി ഹീറോ ഡെസ്റ്റിനി ഇന്ത്യൻ റോഡുകളിൽ ഉണ്ടെങ്കിലും വലിയ മാറ്റങ്ങളുമായി ഒരു പുതിയ റെട്രോ സ്റ്റൈലിൽ വാഹനം എത്തിയത് അടുത്ത കാലത്താണ്. വെറും ഒരു ഫേസ് ലിഫ്റ്റ് മോഡലായിട്ടല്ല, ഒരു പുതിയ മോഡലിനെ അവതരിപ്പിക്കുന്നത് പോലെയാണ് ഹീറോ ഇപ്പോൾ ഡെസ്റ്റിനിയെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഹീറോയുടെ തന്നെ സൂം 110, സൂം 125 അവതരിപ്പിച്ചപ്പോൾ ഹീറോ കാട്ടിത്തന്ന ഡിസൈൻ മികവ് ഈ വാഹനത്തിലും പ്രകടമാണ്. അത്ര അധികം മനോഹരമായിട്ടാണ് ഹീറോ ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രായഭേദമന്യേ യുവതലമുറയ്ക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വിധമാണ് ഈ വാഹനത്തിന്റെ രൂപകൽപ്പന. പ്രത്യേകിച്ച് വനിതകൾക്ക് വളരെ സുഖകരമായി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. 770 mm മാത്രമാണ് വാഹനത്തിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. വാഹനത്തിന്റെ ആദ്യ നോട്ടത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുക ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു റോബോട്ടിന്റെ ഫേസ് പോലെ തോന്നിക്കുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റിനുള്ളിൽ H ആകൃതിയിലുള്ള DRLs വളരെ മനോഹരമായിരിക്കുന്നു. LED ഹെഡ് ലാമ്പ് രാത്രിയിൽ നല്ല വിസിബിലിറ്റി നൽകുന്നു എന്നാണ് ഹീറോ അവകാശപ്പെടുന്നത്. എന്നാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ ബൾബുകൾ എല്ലാം നോർമൽ ബൾബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ട് വളവുകൾ തിരിച്ചതിന് ശേഷം ഹാൻഡിൽ ബാർ നേരെയാകുമ്പോൾ ഇൻഡിക്കേറ്റർ ഓട്ടോ കട്ട് ഓഫ് ആകുന്ന ഒരു സവിശേഷത കൂടി ഈ വാഹനത്തിനുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് മോഡലിലും ഇൻഡിക്കേറ്റേഴ്സിന്റെ ബൾബ്സ് നോർമൽ തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്ററിന്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന റോസ് ഗോൾഡ് എലമെന്റ് വളരെ ഭംഗിയായിട്ടുണ്ട്, പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ വാഹനത്തിന്. രണ്ട് ഇൻഡിക്കേറ്ററുകളുടെയും നടുവിൽ അല്പം ഉള്ളിലായി ഡെസ്റ്റിനി എന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഹീറോയുടെ ലോഗോ കൊടുത്തിരിക്കുന്ന മാറ്റ് ഫിനിഷ് ഉള്ള ഭാഗം വളരെ നന്നായിരിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച പോലെ ഹെഡ് ലാമ്പിൻ്റെ മുകളിലും അതേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് മഡ്ഗാർഡ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാഹനം ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണെന്നുള്ള ബാഡ്ജിങ് ഫ്രണ്ടിൽ തന്നെ നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ ബോഡി ലാംഗ്വേജിന് ചേരും വിധമാണ് ഇതിന്റെ മിറേഴ്സിന്റെ ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത്. ഇത് നല്ല വിസിബിലിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെയും ഫൈബർ പാർട്സിന്റെയും ഗുണനിലവാരം എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും അതിന് നൽകിയിരിക്കുന്ന കോഫി ബ്രൗൺ കളർ വാഹനത്തിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നു. കാരി ബാഗ് ഒക്കെ തൂക്കിയിടുവാൻ പറ്റുന്ന ഒരു ഹുക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ 3 കിലോഗ്രാം ഭാരം വരെയാണ് കമ്പനി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് ഇടതുവശത്തായി മൊബൈൽ ഫോണും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. അതിന്റെ തൊട്ട് മുകളിലായി ഒരു USB ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. നല്ല ലെഗ് സ്പേസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട്. നല്ല ഉയരമുള്ളവർക്കും അനായാസം ഇരുന്ന് യാത്ര ചെയ്യത്തക്ക വിധമാണ് വാഹനത്തിന്റെ ഡിസൈൻ. ഹാൻഡിൽ ബാറിന്റെ പൊസിഷനും അതിൻ്റെ രൂപകൽപ്പനയും നല്ല ഒരു റൈഡിംഗ് പോസ്ചറും സീറ്റിംഗ് പൊസിഷനും നൽകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് നൽകിയിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണുമായി പെയർ ചെയ്താൽ 10x10 നാവിഗേഷൻ, കോൾ ആൻഡ് SMS അലേർട്ട് എന്നിവയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. സൂം 125 കണ്ടു പരിചിതമായ ഡിസൈനിൽ ആണ് ഇലക്ട്രിക് കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഹീറോ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. നല്ല ഗുണനിലവാരം പുലർത്തുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ഫാമിലികളെയും കൂടി ഉദ്ദേശിച്ച് ഇറക്കിയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ സീറ്റിനൊക്കെ നല്ല വലിപ്പം ഉണ്ട്. നല്ല വീതിയുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വശം തിരിഞ്ഞ് ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ നല്ല സുഖകരമായ യാത്ര ഉറപ്പുവരുത്തുന്നു. ബ്രൗൺ കളറിലുള്ള പ്ലാസ്റ്റിക് പാർട്ടിന് ചേരുന്ന കളർ കോമ്പിനേഷനാണ് സീറ്റിനും നൽകിയിരിക്കുന്നത്. സീറ്റിന്റെ വശത്തായി ഡെസ്റ്റിനി എന്ന ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. ഇത് നല്ല ഒരു പ്രീമിയം ലുക്ക് വാഹനത്തിന് നൽകുന്നുണ്ട്. ഗ്രാബ് റെയിലിന്റെയും ബാക്ക് സപ്പോർട്ടിന്റെയും ഡിസൈൻ നല്ല മനോഹരം ആയിട്ടുണ്ട്. പിൻകാഴ്ചയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുക കുഷ്യനിങ്ങോട് കൂടിയ ഗ്രാബ് റെയിൽ തന്നെ ആവും. പിൻ സീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാനുള്ള ഫുഡ് പെഗ് വളരെ വലിപ്പം ഉള്ളതും റബ്ബർ പാഡിംഗ് ഉള്ളതുമാണ്. കാലത്തിനൊത്ത് ഇന്നത്തെ തലമുറയുടെ ചിന്താഗതിക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ പിൻഭാഗം ഡെസ്റ്റിനിയെ മറ്റു വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. മുൻവശത്ത് കണ്ട അതേ ഗോൾഡൻ എലമെന്റ് പിന്നിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ വശങ്ങളിലും നൽകിയിരിക്കുന്നു. 5.2 ലിറ്റർ ആണ് വാഹനത്തിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ വാഹനത്തിന് പെട്രോൾ നിറയ്ക്കുവാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. മൾട്ടി ഫംഗ്ഷൻ കീ ഉപയോഗിച്ച് വാഹനത്തിന്റെ പെട്രോൾ ലിഡും വാഹനത്തിന്റെ ബൂട്ടും തുറക്കുവാൻ സാധിക്കും.
തെളിയുമ്പോൾ എച്ച് എന്ന ലോഗോ എടുത്തു കാട്ടും വിധമാണ് ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ. ടെയിൽ ലാമ്പ് സെക്ഷനും ടേൺ ഇൻഡിക്കേറ്റർ സെക്ഷനും 2 യൂണിറ്റായി അകലത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് പിന്നിൽ ദൂരത്തായി വരുന്ന മറ്റു വാഹനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. ടെയിൽ ലാമ്പും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുന്ന ചില വാഹനങ്ങളിൽ ഇത് വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശക്തമായി സൂര്യപ്രകാശം പതിക്കുന്ന സമയങ്ങളിൽ. ഇവിടെ ഹീറോ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചു എന്ന് വേണം കരുതാൻ. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 18 ലിറ്റേഴ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. കൂടാതെ ബൂട്ട് സ്പേസിന് ഉള്ളിൽ ഒരു LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇത് രാത്രി കാലങ്ങളിലൊക്കെ വളരെ ഉപയോഗപ്രദമായിരിക്കും. ഒരു സിറ്റി കമ്മ്യൂട്ടർ സ്കൂട്ടർ ആയിട്ടോ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 115 കിലോഗ്രാം ആണ് വാഹനത്തിന്റെ ഭാരം വരുന്നത്. ഒരു 124.6 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിന് ശക്തി നൽകുന്നത്. ഇത് വളരെ സൈലൻ്റായ ഒരു എഞ്ചിൻ കൂടിയാണ്. 9 bhp ആണ് മാക്സിമം പവർ. 10.4 Nm ആണ് മാക്സിമം ടോർക്കും. ഏകദേശം 59 km/ലിറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. നല്ല രീതിയിലൊക്കെ ഓടിച്ചാൽ ഒരു 50 മുതൽ 55 km വരെ മൈലേജ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എഞ്ചിൻ്റെ ഭാഗങ്ങൾ എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വാഹനത്തിന് നല്ല ഒരു ഭംഗി നൽകുന്നുണ്ട്. വളരെ സൈലന്റ് ആയ ഒരു എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വളരെ ലീനിയർ ആയ പവർ ഡെലിവറിയാണ് വാഹനത്തിന്. കൂടാതെ ഒരു CVT ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. OBD2B മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും ഒരേ സൈസിലുള്ള 12 ഇഞ്ചിന്റെ റിംസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ മുൻപിൽ 90/90ൻ്റെയും പിന്നിൽ 100/80ൻ്റെയും ട്യൂബ്ലെസ് ടയറുകളാണ് നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ പിന്നിൽ ഡ്രം ബ്രേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുമാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൽ ബൈബ്രിയുടെ കാലിപ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് ഉറപ്പുവരുത്തുന്നു. ഏത് തരത്തിലുള്ള നിരത്തുകളിലും നല്ല യാത്രാസുഖം നൽകുന്ന രീതിയിലാണ് വാഹനത്തിന്റെ സസ്പെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. മുമ്പിൽ ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനും പിന്നിൽ സ്പ്രിംഗ് ലോഡഡ് മോണോഷോക്ക് സസ്പെൻഷനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 162 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകിയിരിക്കുന്നത്. കൂടാതെ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത് 1302 mm ആണ്. ഈ വാഹനത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എല്ലാ വേരിയന്റുകളിലും കിക്ക് സ്റ്റാർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 5 കളർ ഷെയ്ഡുകളിലായിട്ടാണ് ഈ വാഹനം വിപണിയിൽ എത്തുന്നത്. കോസ്മിക് ബ്ലൂ, മൈസ്റ്റിക് മജന്ത, എക്സ്റ്റേണൽ വൈറ്റ്, റീഗൽ ബ്ലാക്ക് ആൻഡ് ഗ്രൂവി റെഡ്. 3 വേരിയന്റുകളിലായിട്ടാണ് ഈ വാഹനം വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. VX, ZX, ZX+. ബേസ് വേരിയന്റായ VXന് 75,838 രൂപയും ZX വേരിയന്റിന് 83,997 രൂപയും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് മോഡലായ ZX+ വേരിയന്റിന് 84,919 രൂപയുമാണ് കേരളത്തിൽ ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില വരുന്നത്. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യുവാനായി നൽകിയിട്ടുള്ളത് മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന സിയോൺ ഓട്ടോമൊബൈൽസ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കും വാഹന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും സിയോൺ ഓട്ടോമൊബൈൽസുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹീറോ ഡെസ്റ്റിനിയുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.